ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് US സുപ്രീം കോടതി. ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതിന് US ഭരണകൂടം ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാനാവുന്നതാണോ എന്നതിൽ സംശയമുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. BK സുഹൈൽ വിവരങ്ങളുമായി ചേരുന്നു. സുഹൈൽ, എങ്ങനെയാണ് ഈ കേസ് US സുപ്രീം കോടതിയിൽ എത്തിയത്? വിവിധ സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ വ്യാവസായിക പ്രമുഖരുമാണ് ഇത്തരമൊരു കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുന്നത്. വിവിധ ലോകരാജ്യങ്ങൾക്ക് മേൽ പകരം തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഈ ഹർജിയിൽ ഏതായിരുന്നാലും സുപ്രീം കോടതി ശക്തമായ വിമർശനം ട്രംപിന് മേൽ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം US സുപ്രീം കോടതിയിൽ നിലവിലുള്ള ജഡ്ജിമാരിൽ ഭൂരിഭാഗം പേരും ട്രംപ് തന്നെ നിയോഗിച്ചവരാണ് എന്നുള്ളതാണ്. രാജ്യ താല്പര്യം, അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനും അതേപോലെ തന്നെ സാമ്പത്തിക രംഗം തകർച്ചയിലേക്ക് പോകാതിരിക്കാനുമാണ് ഇത്തരമൊരു പകരം തീരുവ വിവിധ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയത് എന്നാണ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഹാജരായ US സോളിസിറ്റർ ജനറൽ വാദിച്ചത്. പക്ഷേ ആ വാദം പൂർത്തിയായിട്ടില്ല. കുറച്ച് ദിവസങ്ങളെടുത്തതിന് ശേഷം മാത്രമേ ഈ കേസിൽ ഒരു തീരുമാനവും വിധിയും വരികയുള്ളൂ. നേരത്തെ ഈ കേസിന്റെ വാദം കേൾക്കാൻ താൻ നേരിട്ട് വരും എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ആ പ്രസ്താവന ട്രംപിന് പിൻവലിക്കേണ്ടി വന്നു. ഈ കേസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്ക് ഏറെ പ്രധാനമാണ് ഈ കേസിലെ വിധി എന്നുള്ളതാണ്. ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ സുപ്രീം കോടതി നിരസിച്ചാൽ അല്ലെങ്കിൽ അതിന് പ്രസിഡന്റിന് അധികാരമില്ല എന്ന് വിധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാകും. സുപ്രീം കോടതി നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൽ ഈ ഹർജിക്കാർ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് മേലല്ല തിരിച്ചടിയാകുന്നത്. US-നുള്ളിലെ സാധാരണ ജനങ്ങളാണ് ഈ നികുതി കൊടുക്കേണ്ടി വരുന്നത്, അധിക തീരുവ കൊടുക്കേണ്ടി വരുന്നത് എന്നാണ് ഈ ഹർജിക്കാർ വാദിച്ചത്. സ്വാഭാവികമായും നേരത്തെ US-ന്റെ കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഈ വിഷയത്തിൽ ട്രംപിനെതിരായ വിധി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ശരി.